ശ്രീയൈ നമഃ. ഓം ശ്രീയൈ നമഃ. ശ്രീ ശ്രീ ശ്രീയൈ നമഃ. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും ആചാര്യൻ നാവ് പഠിക്കാത്തതുകൊണ്ടാണ് ശ്രീ എന്ന് പറയുന്നത്. ശരിക്കും ശ്രീ എന്നല്ലേ പറയേണ്ടത്. മലയാളത്തിന്റെ പഠനത്തിന്റെ കുറവാണ്. ഷായോട് വികാരം ചേർത്താൽ ശ്രീ എന്നാവും, അല്ലെങ്കിൽ ശകാരമാണ് ഫലം. മനസ്സിലായല്ലോ അല്ലേ ഭാഷ? ശ്രീയൈ നമഃ. അടുത്തത് 9. ഓം ഭദ്രകാള്യൈ നമഃ. ഓം ഭദ്രകാള്യൈ നമഃ. ഓം ഭദ്രകാള്യൈ നമഃ. അടുത്തത് 10. ഓം ബ്രഹ്മപതയേ നമഃ. ഓം ബ്രഹ്മപതയേ നമഃ. എന്ത് പതയേ നമഃ? ബ്രഹ്മപതയേ നമഃ. അടുത്തത് ഓം വാസ്തുപതയേ നമഃ. ഓം വാസ്തുപതയേ നമഃ. എന്നോട് പറയണം. ഓം വാസ്തുപതയേ നമഃ. അടുത്തത് ഓം വിശ്വേഭ്യോ ദേവേഭ്യോ നമഃ. ഓം വിശ്വേഭ്യോ ദേവേഭ്യോ നമഃ. എഴുതിയോ? എന്തെഴുതി? ദേവേഭ്യോ നമഃ. ഇനി അടുത്തത് ഓം, അത് എത്രാമത്തെയാ? 13. ഓം ദിവാചാരിഭ്യോ ദിവാചാരിഭ്യോ ഭൂതേഭ്യോ നമഃ. ഭൂതേഭ്യോ നമഃ. അടുത്തത് ഓം നക്തം ചാരിഭ്യോ ഭൂതേഭ്യോ നമഃ. നക്തം ചാരിഭ്യോ ഭൂതേഭ്യോ നമഃ. നക്തം ചാരിഭ്യോ ഭൂതേഭ്യോ നമഃ. ഇനി 15. ഓം സർവാത്മഭൂതയേ നമഃ. സർവാത്മഭൂതയേ നമഃ. സർവാത്മഭൂതയേ നമഃ. ഓം അടുത്തത് 16. ഓം പിതൃഭ്യ സ്വധായിഭ്യ സ്വധനവധ സ്വധായിഭ്യ പിതൃഭ്യ സ്വധായിഭ്യ സ്വധാ നമഃ. ആയില്ലേ? ഓം സാനുഗായ നമഃ. ഓം സാനുഗായമായ നമഃ. ഓം സാനുഗായ വരുണായ നമഃ. ഓം സാനുഗായ സോമായ നമഃ. ഓം മരുഭ്യോ നമഃ. ഓം അഭ്യോ നമഃ. ഓം വനസ്പതിഭ്യോ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ഭദ്രകാള്യേ നമഃ. ഓം ബ്രഹ്മപതയേ നമഃ. ഓം ദിവാചാരിഭ്യോ ഭൂതേഭ്യോ നമഃ. ഓം നക്തം ചാരിഭ്യോ ഭൂതേഭ്യോ നമഃ. ഓം സർവാത്മഭൂതയേ നമഃ. ഓം പിതൃഭ്യ സ്വധായിഭ്യ സ്വധാ നമഃ. അപ്പോ ഇവിടെ കത്തുന്നുണ്ടേ, ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നടക്കുന്നത് ഓം അഗ്നേ സ്വാഹ, ഓം സോമായ സ്വാഹ, ഓം അഗ്നിശോമാഭ്യാം സ്വാഹ, ഓം വിശ്വേഭ്യോ ദേവേഭ്യോ സ്വാഹ, ഓം ധന്വന്തരേ സ്വാഹ, ഓം കുഹ്വേ സ്വാഹ, ഓം അനുമത്യ സ്വാഹ, ഓം പ്രജാപതയേ സ്വാഹ, ഓം ദ്യാവാപതിഭ്യാം സ്വാഹ, ഓം ശിഷ്ടകൃതേ സ്വാഹ. ഇതിനകത്ത് കത്തുന്നുണ്ട്. ബാക്കി ശിഷ്ടം ഇതിനകത്തുണ്ട്. അത് കൈ കൊണ്ട് 16 ഭാഗങ്ങളായിട്ട് ഭാഗിക്കാൻ പോവാണ്.
ഭാഗിച്ചോളൂ, കണ്ടോളൂ. ഓം സാനുഗായേന്ദ്രായ നമഃ. കണ്ടില്ലേ? കാണുന്നില്ല? കാണുന്നില്ലേ? ഇല്ലേ? ആഹാ, ശശിയേട്ടാ ഒന്നുകൊണ്ട് ഒന്ന് പിടിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത്. മൂപ്പര് കാണിച്ചേ. ഇപ്പൊ ഒന്ന് വെച്ചു, താഴോട്ടായി പോയത് അത്ര ഉണ്ടാവും. അധികം കണ്ടാ നേരിയാവില്ല. ഓം സാനുഗായേന്ദ്രായ നമഃ വെച്ചല്ലോ. ഓം സാനുഗായ യമായ നമഃ. അടുത്ത വെച്ചു. ഓം സാനുഗായ വരുണായ നമഃ. ഓം സാനുഗായ സോമായ നമഃ. ഓം മരുഭ്യോ നമഃ. ഓം അഭ്യോ നമഃ. ഓം വനസ്പതിഭ്യോ നമഃ. ഓം ശ്രീയേ നമഃ. ഓം ഭദ്രകാളിയേ നമഃ. ഓം ബ്രഹ്മപതയേ നമഃ. ഓം വാസ്തുപതയേ നമഃ. ഓം വിശ്വേഭ്യോ ദേവേഭ്യോ നമഃ. അങ്ങനെയല്ലേ? ഓം ദിവാചാര്യേഭ്യോ ഭൂതേഭ്യോ നമഃ. ഓം നക്തംചാര്യേഭ്യോ ഭൂതേഭ്യോ നമഃ. ഓം സർവാത്മഭൂതേ നമഃ. ഓം പിതൃഭ്യഃ സ്വദായേഭ്യഃ സ്വദാ നമഃ. 16 ഭാഗങ്ങളായി എലി ഭാഗിച്ചു. കണ്ടല്ലോ? അത് ഏതരി കൊണ്ടാണ് ചെയ്യേണ്ടത്? ഏത് അന്നം കൊണ്ടാണ്? എന്ത് അന്നം കൊണ്ടാണ്? നെയ്യും മധുരവും, അതായത് ശർക്കരയാവാം തേനാവാം. മനസ്സിലായോ? ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇതാ, ആർക്ക് വേണമെങ്കിലും കാണാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ബലിദാനം ചെയ്യുന്ന വേളയിൽ അതിഥികൾ ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കാനുള്ളതാണത്. അത് കൊടുക്കാം, അതിഥികൾക്ക് കൊടുക്കാം. അപ്പൊ ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ നല്ല പായസമായിട്ട് ഉണ്ടാക്കണം. അതായത് പായസം ഉണ്ടാക്കേണ്ട, അന്നം ഉണ്ടാക്കി. അന്നം ഉണ്ടാക്കുമ്പോ അതിൽ കുറച്ച് ശർക്കരയോ കുറച്ച്, അപ്പൊ അത് മക്കളൊക്കെ ചിലപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് മക്കളൊക്കെ വരികയാണെങ്കിൽ ഇതാ മോനെ കഴിച്ചോ എന്നാലും കൊടുക്കാം. മനസ്സിലായല്ലോ? അല്ലാണ്ട് വിചാരിക്കരുത് എരിവേഷം വെക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ളതാണ് രാത്രി കൊടുക്കാം അവിടെ നോട്ടെ എന്ന് വിചാരിച്ചേക്കരുത്. അല്ല, അങ്ങനെ വിചാരിക്കും. എനിക്കറിയാവുന്നതാണല്ലോ. ഞാനിത് ഈ പരിപാടി തുടങ്ങിയിട്ട് എത്ര കാലം, ഞാൻ എന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ എത്രയാണെന്ന് എനിക്കതൊക്കെ അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അതിന് കൊടുക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഞാൻ ചെയ്യുന്നത് അഗ്നിക്ക് കൊടുക്കാം, അഗ്നിയിൽ തന്നെ ഇടാം. ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അതുകൂടി ക്ലിയർ കൊടുക്കലാണ് ഞാൻ പറയുന്നത്. അത് എനിക്കൊരു ഇഷ്ടം അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനത് ക്ലിയർക്കാണ് കൊടുക്കാറ്. ചിലർ പറയും അഗ്നിയിലിടാം എന്ന് പറയും. ഏതായാലും എന്റെ അഭിപ്രായത്തിൽ അത് ക്ലിയർക്ക് തന്നെ കൊടുക്കുന്നതാണ് എന്നെ ഞാൻ ചെയ്തു വരുന്ന വഴി. തുടർന്ന് കുറച്ച് ചോറ്, നമ്മൾ ഉണ്ടാക്കിയ ചോറിന് കുറച്ചല്ലേ നമ്മൾ ഇതിനെടുത്തിട്ടുള്ളൂ. ബാക്കി ചോറെടുത്തിട്ട് അതില് നെയ്യ് ഉറ്റിച്ച് അതിൽ കുറച്ചു ഉപ്പ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ചേർത്താൽ കൊള്ളാം, ചേർത്തില്ലെങ്കിലും കൊള്ളാം. എന്തായാലും നെയ്യ് ചേർക്കാം. നെയ്യ് എന്തായാലും ഇടണ്ട. അത് ചേർത്ത് ഉപ്പ് ചേർത്ത് ഇങ്ങനെ ഉണ്ടയാക്കാം. എന്നിട്ട് അതൊരു നെയ്യ് വെക്കാനുള്ള ഒരു പീഠത്തിന്റെ സൈഡിൽ കൊണ്ടിട്ട് വെക്കുക. ഒരു പീഠത്തിൽ വെക്കുക. ആ വെക്കേണ്ടത് എങ്ങനെയാണ്? വെക്കുന്നതിന് ഒരു രീതി. ആ 6 ഉരുള ഉരുട്ടി വെക്കേണ്ടതിന് മന്ത്രമുണ്ട്, എഴുതുന്നു. തുടർന്ന് ഉപ്പ് ചേർത്ത അന്നം നെയ്യുറ്റിച്ച് കുഴച്ച് 6 ഉരുളകളാക്കി താഴെ പറയുന്ന മന്ത്രങ്ങൾ കൊണ്ട് നൽകുക. ഇങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഈ കാക്കയ്ക്ക് കൊടുക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? എഴുതിയെടുത്തോ. 1 ശുഭ്യോ നമഃ. ശുഭ്യോ നമഃ. ശ്വഭ്യോ നമഃ. അത് ഒരു സ്ഥലത്ത് നിൽക്കാത്ത ആളെയാണ് ശ്വ എന്ന് വിളിക്കുക. ശ്വ. മൂപ്പരെപ്പോഴും ശുഭ്യോ നമഃ. നായ്ക്കൾ ശുഭ്യോ നമഃ എന്ന് പറഞ്ഞാൽ നായകൾക്ക്. പതിദേഭ്യോ നമഃ. പതിതർക്ക്. ശപഭ്യോ നമഃ. ശപഭ്യോ നമഃ. ശപഭ്യോ നമഃ. ശപഭ്യോ
തിന്നാൻ കിട്ടാതെ മാംസവും പഴയ എച്ചിലും ഒക്കെ തിന്നുന്നവരുണ്ടല്ലോ. അങ്ങനെയല്ല, ഈ എച്ചിലൊക്കെ തിന്നുന്നവരുടെ കൂട്ടത്തിലാണ് ഈ മാംസഭക്ഷണക്കാരെ കൂട്ടിയിട്ടുള്ളത്. ഒന്നുമില്ലാത്ത ഒന്നും കൊള്ളാത്ത എന്നുള്ള കണക്കില്ല. അത് മനുഷ്യരായി ഇതുവരെ ആരും കണക്കാക്കിയിട്ടില്ല എന്നാണ്. ആരെങ്കിലും ഒക്കെ കഴിച്ചു കൂടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, ഞാനൊന്നും മനുഷ്യനായി ഇതുവരെ തീർന്നിട്ടില്ല, ഭാവിയിലായേക്കും എന്നൊരു സങ്കല്പത്തിൽ അങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പൊ അടുത്തത് പാപരോഗിഭ്യോ നമഃ. ആരാ? പാപരോഗിഭ്യോ നമഃ. ആരും? പാപരോഗികൾ. പാപരോഗിഭ്യോ നമഃ. അടുത്തത് 5 വായസേഭ്യോ നമഃ. കാക്കകൾക്ക്. വായസേഭ്യോ നമഃ. കാക്കകൾക്ക്. കൃമിഭ്യോ നമഃ. കൃമികൾക്ക്. എങ്ങനെ? കൃമികൾ. നമ്മള് ഇതെന്ത് ചോദിച്ചാൽ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ സ്ത്രീകൾക്കൊക്കെ വന്ന് കഴിക്കാൻ പാകത്തിന് ഈ ഒരു പാത്രമോ ഒരു സ്ഥാനമോ ഉണ്ടാക്കുക. അതൊന്നും കഴുകി വെക്കണം. ഈ ഒരുക്കുള്ളതാണോ കഴുകണമെന്ന് വിചാരിക്കുന്നത്, കഴുകി വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഇതാ ചോറ് ഉരുട്ടിയേണ്ടതാ. ചോറുണ്ടല്ലേ? കാണിച്ചു കൊടുക്കും. ചോറുണ്ടല്ലേ? ആ ചോറ് നായ്ക്കൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. ആദ്യത്തത് ശോഭ്യോ നമഃ വെച്ചേ. അടുത്തത് പതിരേഭ്യോ നമഃ. അടുത്തത് ശോഭ്യോ നമഃ. അടുത്തത് പാപരോഗിഭ്യോ നമഃ. അടുത്തത് വായസേഭ്യോ നമഃ. അടുത്തത് കൃമിഭ്യോ നമഃ. അപ്പൊ നാളെ നിങ്ങൾ എഴുതിയെടുത്ത നോട്ടും ഈ വസ്തുക്കളൊക്കെ കിട്ടുമോ? പോയോ? വിവേക് പോയോ? ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഇത് വാങ്ങാം. ശ്രുവം പിന്നെ നിങ്ങൾ യജ്ഞം ചെയ്യുന്ന ശ്രുവം തന്നെ മതിയാവും. മറ്റു മറ്റു സാധനങ്ങളൊക്കെ 7 സംഘടിപ്പിക്കുക. അത് നിന്റെ ബാധ്യതയല്ല. നിങ്ങൾ അതൊക്കെ എടുത്ത് നാളെ വരുമ്പോ കുറച്ച് ചോറും കൂടി ഉണ്ടാക്കിയിട്ട് വരിക. ഒരു പിടി ചോറുമായിട്ട് വരും. അങ്ങനെയെങ്കിലും ഒരു പിടി ചോറ് വിളിച്ചിട്ടുണ്ടാക്കി കൊടുക്കുക. കേട്ടാ? എന്നിട്ട് അതൊക്കെ വന്നാൽ നാളെ നമുക്ക് നേരിട്ട് ഈ പരിപാടി നമ്മൾ ചെയ്തു തുടങ്ങും. നാളെ കഴിഞ്ഞ് നാളത്തെ പ്രാക്ടിക്കലായി മറ്റന്നാൾ ഇതിന്റെ ഒരു വിശദീകരണം ഉണ്ട്, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളൊരു ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിക്ക് എന്തായി? വിരാമമായി. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ശാന്തി മന്ത്രം ചൊല്ല. 6:20 പെണ്ണുങ്ങളെ കണ്ട് വീട്ടിൽ പോയില്ലെങ്കിൽ ഭർത്താക്കന്മാരോട് ചീത്ത വെക്കാൻ സാധ്യതയുണ്ട്. ഭാര്യമാരൊക്കെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും. ഭർത്താക്കന്മാർക്ക് എന്തായാലും ചീത്ത വെക്കും. ഭാര്യമാര് ശരി. അപ്പോ ഓം ശാന്തി ശാന്തി പൃഥ്വി ശാന്തി ഫറൂഖ് സത്സംഗ സമിതിയിൽപ്പെട്ട തിരൂര് സത്സംഗ സമിതിയിൽപ്പെട്ട എല്ലാവരും എന്നെ വന്ന് കാണണം. ചതുസാഗര പര്യന്തം ഗോബ്രാഹ്മണേഭ്യോ